ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാത്തതിന് ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്ന ചോദ്യമാണ് ഇന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി ചോദിച്ചത്. സർക്കാർ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കോടതിക്ക് നൽകണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് റിപ്പോർട്ടിലെന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് പൊതുമധ്യത്തിലുണ്ട് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത്. അതുമാത്രമല്ല, പരാതി ആരും നൽകിയിരുന്നില്ല എന്ന ന്യായീകരണമാണ് ഇന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. പരാതി കിട്ടിയാൽ കേസെടുക്കാം എന്നാണ് സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്ന ന്യായീകരണം. അതേസമയം ഇരകൾക്ക് എന്തുകൊണ്ട് നീതി കിട്ടിയില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തായിരുന്നു തടസ്സമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇരകളാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണം നടത്തിക്കൂടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി അടുത്ത മാസം 10 ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, എന്തായാലും നിരവധി ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു, കേസെടുത്തുകൂടെ ആരോപണ വിധേയർക്കെതിരെ എന്ന്. പക്ഷേ ഇപ്പോഴും സർക്കാർ ഹൈക്കോടതിയും നൽകിയിരിക്കുന്ന വാദം ഈ വിവരങ്ങൾ, ആരോപണ വിധേയരായവരുടെ വിവരങ്ങൾ പോലും സർക്കാരിന്റെ പക്കൽ ഇല്ല എന്നതല്ലേ? ഒളിച്ചുകളി നടത്തുകയായിരുന്നില്ലേ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ കേസെടുക്കാത്തതിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ? മഞ്ജുഷ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് 4 ദിവസം കഴിയുന്തോറും സർക്കാരിന്റെ ഒളിച്ചുകളി അതിപ്പോഴും തുടരുകയാണ്. ഒരേ സമയം ഇരയ്ക്കൊപ്പം ആണെന്ന് പറയുന്ന ഈ സർക്കാർ തന്നെ ഈ ആരോപണ വിധേയരായെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇന്ന് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ സർക്കാരിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടും എന്ത് നടപടിയാണ് സർക്കാർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്ന് കോടതിക്ക് അറിയണം. അത് എത്രയും വേഗം കോടതിക്ക് മുൻപിൽ സമർപ്പിക്കണം എന്നുകൂടി കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇനി സർക്കാരിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാകൂ. ഇനി ആരെയും സംരക്ഷിക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് സർക്കാരിന് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ആദ്യം തന്നെ സർക്കാരിനോട് കോടതി ചോദിച്ചത് സർക്കാരിന്റെ നിലപാട് എന്താണ്. പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകത ഇല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ, ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. പരാതി ഉള്ളവർക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സമീപിക്കാമല്ലോ എന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ജുഡീഷ്യൽ കമ്മിറ്റിയല്ല, സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്ന സർക്കാർ മറുപടി നൽകി. റിപ്പോർട്ട് പൊതുജന മധ്യത്തിലുണ്ട്. പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്നും കോടതി ചോദിച്ചു. മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നുകൂടി കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. രഹസ്യ സ്വഭാവം ആണ്, അതുകൊണ്ട് എന്തായാലും സർക്കാരിന്റെ പക്കൽ ഇവരുടെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ, തെളിവുകൾ അടക്കമുണ്ട്. പക്ഷെ ഇത് രഹസ്യ സ്വഭാവമുള്ളതിനാൽ പുറത്തുവിടാൻ കഴിയില്ല എന്ന് സർക്കാർ മറുപടി നൽകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന്, ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ, അങ്ങനെയാണ് എല്ലാവരുടെയും സംശയം. ആ ഒരു സംശയത്തിന് സർക്കാർ എന്ത് മറുപടിയാണ് നൽകുന്നതെന്നും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മൊഴി നൽകിയവർക്ക് നേരിട്ട് വന്ന് പറയാൻ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ട് എന്നും കോടതി താല്പര്യപ്പെടുന്നുണ്ട്. ഈ പരാതിക്കാർ ഏതെങ്കിലും വിധത്തിൽ കോടതിയിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ മജിസ്ട്രേറ്റ് മുന്നിലേക്കോ വന്ന് പരാതി നൽകാൻ, കേസെടുക്കാൻ പരിമിതിയുണ്ട് എന്ന് AG തന്നെ ഹൈക്കോടതിയിൽ പറയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇതിൽ പരാതി വന്നാൽ കേസെടുക്കാം എന്ന് പറയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുറ്റാരോപിതരുടെ വിവരങ്ങൾ പോലും ഇല്ല ഈ റിപ്പോർട്ടിൽ എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ, ഇതിൽ ഇരകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഈ ആരോപണം ആർക്കെതിരെയാണോ വന്നിട്ടുള്ളത് അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിൽ എന്ത് കുഴപ്പമാണ് ഉള്ളത്? ഈ ചോദ്യം കോടതി ഉന്നയിച്ചുവല്ലോ. അതിന് കൃത്യമായ ഒരു മറുപടി സർക്കാരിന്റെ പക്കൽ ഉണ്ടായിരുന്നു.
അൻഷു, ആ ഒരു ചോദ്യത്തിന് സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സർക്കാർ പറഞ്ഞത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ ഇത് ചില പേരുകൾ അത് രഹസ്യമായി തന്നെ വെക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ അവരുടെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിലുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അല്ലാത്ത പക്ഷം ഈ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ പരാതിക്കാരുടെയും ആരോപണ വിധേയരായവരുടെയും പേര് വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന മറുപടിയാണ് സർക്കാർ നൽകിയത്. പക്ഷേ അത് എത്രത്തോളം നമുക്കറിയാം, ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പല രീതിയിലാണ് ഉത്തരം നൽകിയത്. അതിൽ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് കൂടി ചോദിക്കുമ്പോഴും പറയുന്നത് ഈ കമ്മീഷൻ ഒരു കത്ത് നൽകിയിരുന്നു, അതിൽ ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടരുത്, അല്ലെങ്കിൽ പരാതിക്കാർ അത് ആവശ്യപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള പല. നോമിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചിന് നേരെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് തിരുവനന്തപുരത്തെ DGP ഓഫീസിലേക്ക് നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ. നേരത്തെ യൂത്ത് കോൺഗ്രസ് ആണ് DGPക്ക് പരാതി കൊടുത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായവരുടെ പേരിൽ കേസെടുക്കണം എന്ന ആവശ്യമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത്. പക്ഷേ ഈ പരാതി ADGPക്ക് കൈമാറി എന്നല്ലാതെ അതിന്മേൽ കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ പരാതി കോടതിയിൽ വന്നത്. ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തു. അതിന്മേലാണ് ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും DGP ഓഫീസിലേക്ക്, അതിന് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്ത് നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ കോൺക്ലേവ് വിളിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു കോൺക്ലേവിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കോൺക്ലേവ് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് പറഞ്ഞിരുന്നു. വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കോൺക്ലേവ് നടത്തുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇപ്പോൾ DGP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഡാൻ കുര്യൻ ചേരുകയാണ് ഈ സ്ഥലത്ത് നിന്ന്, DGP ഓഫീസിന് മുന്നിൽ നിന്ന്. ഡാൻ, ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടല്ലോ. ഇത് ആവർത്തിക്കുക എന്നുള്ളത് തന്നെയാണോ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പദ്ധതി? അതായത് കേസെടുക്കുന്നതുവരെ സമരം തുടരാനാണോ തീരുമാനം? എന്താണ് ഇപ്പോൾ തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്? സ്വാഭാവികമായ നടപടിക്രമത്തിനപ്പുറത്തേക്ക് ADGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയതൊഴിച്ചാൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറാകാതിരിക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നാണ് ആക്ഷേപം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് വഴുതക്കാടുള്ള ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ഇപ്പോൾ ആൽത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. 2 തവണ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനായി നടത്തിയ ശ്രമമാണ് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് തടഞ്ഞത്. പതിവിൽ നിന്ന് വിപരീതമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ തള്ളി മാറ്റിയ ഒരു ബാരിക്കേഡ്, അതായത് പ്രവർത്തകർ വലിച്ചു താഴേക്കിട്ട ഒരു ബാരിക്കേഡിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ഇടാനുള്ള ശ്രമത്തിന് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആ ബാരിക്കേഡ് ഇപ്പോൾ പ്രതിഷേധക്കാർ തന്നെ തിരികെ അപ്പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. സ്വാഭാവികമായി പോലീസിന് നേരെ കൂകി വിളിക്കുകയാണ് പ്രതിഷേധക്കാർ. കാരണം അവർ സമീപത്ത് വെച്ചിരുന്ന ബാരിക്കേഡാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ ഉയർത്തി മുകളിലേക്ക് എറിഞ്ഞത്. അത് ചെറുക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും 3ാം തവണയും തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനിടയിലാണ് പ്രതിഷേധവുമായി വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ഇത്രയധികം നേരം
ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. സ്വാഭാവികമായി അവർ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ ചെറുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് സമീപത്തെ വഴികളിലൂടെ വീണ്ടും എത്തുകയാണ്. സ്വാഭാവികമായി അതിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമം അവർ വീണ്ടും നടത്തും. അതിനെ ഏത് തരത്തിലായിരിക്കും പോലീസ് നേരിടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ മേഖലയാണ് പോലീസ് മേധാവിയുടെ കാര്യാലയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലമാണ്. ഈ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ശരി ദൃശ്യങ്ങൾ എന്തായാലും കണ്ടുകൊണ്ടേയിരിക്കാം. അതേസമയത്ത് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ പ്രധാനപ്പെട്ട നിർദ്ദേശം, അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നവമി കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നവമി, മറ്റൊരു കാര്യം ഇന്നത്തെ കോടതിയിലെ ഈ വാദങ്ങൾക്കിടയിൽ ഉണ്ടായത്, ആരും പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സർക്കാർ കോടതിയിൽ വാദിക്കുകയായിരുന്നു. അപ്പോൾ കോടതിയുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇങ്ങനെ മൊഴി നൽകിയവർ ഈ പരാതിയുമായി പരസ്യമായിട്ട് വരുമോ എന്നുള്ള ഒരു സംശയം കോടതി ഉന്നയിച്ചിരുന്നു. ഇതിന് AGയുടെ മറുപടി എങ്ങനെയായിരുന്നു? മഞ്ജുഷ, ഇതിനു മുൻപ് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും തരുന്ന മറുപടി, അതായത് ഇത്തരത്തിലൊരു പരാതിക്കാരുണ്ടായാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, പരാതിക്കാരില്ലാതെ ഈ ആരോപണ വിധേയരെ ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രം കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പലതവണ സർക്കാർ മറുപടി നൽകിയിരുന്നു. അത് തന്നെയാണ് കോടതിയിലും വ്യക്തമാക്കിയത്. പരാതിക്കാരുണ്ടെങ്കിൽ സർക്കാർ വേണ്ട വിധത്തിൽ മറുപടി നൽകുമെന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അതിൽ കോടതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നത്, ഈ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിനു ശേഷം ഇനി ഏത് വിധത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്? പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതുമായി കേസുമായി അല്ലെങ്കിൽ ഇതിനൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് സർക്കാരിനോട് ചോദിച്ചത്. പക്ഷേ സർക്കാർ ഇപ്പോഴും ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം നമുക്കറിയാം, ഈ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. അതിൽ പലപ്പോഴും സർക്കാരിന്റെ ഒരു സമീപനം അത് ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്കുള്ളൊരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴായി ഉണ്ടാകുന്നത്. അതേ തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്ന് കോടതിയിലും ആവർത്തിച്ചത്. പക്ഷേ കൃത്യമായി സർക്കാരിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. 10-ാം തീയതി, അടുത്ത മാസം 10-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അന്വേഷണം നടത്താൻ സാധിക്കുന്നില്ല എന്ന കാര്യത്തിൽ. അതേസമയത്ത് തന്നെ നവമി, ഈ സിനിമാ സംഘടനകളിലും ഇതേക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലോ. ഫിലിം ചേംബർ എല്ലാ സിനിമാ സംഘടനകളുടെയും ഒരു കേന്ദ്ര ബോഡിയാണല്ലോ ഫിലിം ചേംബർ എന്ന് പറയുന്നത്. അവിടെ ഇന്നലെ നടന്ന മീറ്റിംഗിന് ശേഷം ഈ ഭിന്നത പരസ്യമായി കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ ഇന്നലെ ഫിലിം ചേംബറിന്റെ യോഗശേഷം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയായ സജി നന്ദിയാട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ സിനിമയിൽ സജീവമല്ലാത്ത ആളുകളുടെ മൊഴിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് എന്ന പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ സാന്ദ്ര തോമസ്, പ്രമുഖ നിർമ്മാതാവും നടിയുമാണ് അവർ. സാന്ദ്ര ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. സംഘടനകളിൽ തന്നെ, സിനിമാ സംഘടനകളിൽ തന്നെ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനമുണ്ട് എന്നവർ പറയുകയും ഇനിയും മൗനം തുടർന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് കല്ലേറ് നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഗുരുതരമായ കാര്യം സംഘടനകൾക്കെതിരെയും ഫിലിം ചേംബറിനെതിരെയും ഉന്നയിച്ചിരിക്കുകയാണല്ലോ അവർ. എന്താണ് ഇപ്പോൾ ചേംബറിനുള്ളിൽ നടക്കുന്നത്? മഞ്ജുഷ, ഇന്നലെ ഫിലിം ചേംബറിന്റെ യോഗത്തിൽ അതിൽ സുരേഷ് ഗോപിക്ക് ആദരവുണ്ടായിരുന്നു. ഇതിനുമായി മീഡിയ ഈ സുരേഷ് ഗോപി അടക്കമുള്ള ഈ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് സാന്ദ്ര തോമസിനോട് നമ്മൾ മറുപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏത് വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആ കാര്യം തന്നെയാണ് സാന്ദ്ര തോമസ് ഇന്നലെ മാധ്യമങ്ങളോട് ഓഫ് റെക്കോർഡായി പറഞ്ഞത്. കാരണം താൻ അടക്കമുള്ളവർ ഈ
ഇൻഡസ്ട്രിയിലുള്ളവരാണ്. തങ്ങൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബാനിങ് അല്ലെങ്കിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഇതിൽ പരസ്യമായി മറുപടി നൽകാത്തതെന്ന് സാന്ദ്ര തോമസ് ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഈ ചേംബറിൽ ഈ നടന്ന ഈ ആദരവിൽ സുരേഷ് ഗോപി അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു സിനിമാ മേഖലയെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു മറുപടിയാണ് സുരേഷ് ഗോപി തന്നത്. പക്ഷേ മറ്റ് സംഘടനകൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് അമ്മ സംഘടനയിലുള്ളവരാണ്. അതിൽ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ആരും തന്നെ ഇതുവരേക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് 10 ദിവസമാണ് ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് ഇറങ്ങി 4 ദിവസം കഴിയുന്നു. മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാകുന്നു. ഇന്ന് കോടതി വരെ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും അമ്മയ്ക്ക് ഇനി എന്തിനാണ് 10 ദിവസം ഈ റിപ്പോർട്ട് പഠിക്കാൻ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും ഇന്ന് സാന്ദ്ര തോമസിന്റെ പ്രതികരണം അത് ഇന്നലെ ഈ ഒരു ചേംബർ കഴിഞ്ഞതിന് ശേഷം സജി നന്ദ്യാട്ട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു സജി നന്ദ്യാട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സജി നന്ദ്യാട്ട് അത് പറയുകയും ചെയ്തു. സാന്ദ്ര തോമസ് അടക്കമുള്ളവർ ഇതിൽ മൊഴി നൽകി എന്നുള്ളൊരു പരാമർശം നടത്തി. ഇത് സാന്ദ്ര തോമസിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു നടി മാത്രമാണ് അല്ലെങ്കിൽ WCCയുടെ സ്ഥാപകയായതിൽ ഒരാൾ മാത്രമാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന മറുപടി നൽകിയത് അല്ലെങ്കിൽ മൊഴി നൽകിയത്. ബാക്കി എല്ലാവരും സിനിമാ മേഖലയിലെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് തന്നെ പറയുന്നു. അക്കൂട്ടത്തിൽ സാന്ദ്ര തോമസ് ഉണ്ട് എന്ന രീതിയിലേക്ക് ഇന്നലെ സജി നന്ദ്യാട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു മറുപടി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം നടത്തിയ യോഗത്തിൽ സാന്ദ്ര തോമസ് വലിയ രീതിയിലാണ് ആ മീറ്റിംഗിൽ പൊട്ടിത്തെറിച്ചത്. അതിലിങ്ങനെ പറയുന്നു, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ഉൾപ്പെടുന്ന കമ്മിറ്റി, അതായത് നമ്മളുടെ ഈ ഒരു സിനിമ നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ ജോലിയിടത്തിനെ പറ്റി ഇത്ര വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഫിലിം ചേംബർ അടക്കം അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ മറ്റ് സംഘടനകൾ ഒന്നും തന്നെ ഇതുവരേക്കും മറുപടി നൽകാത്തത്? അതിനർത്ഥം ഈ പറയുന്നത് ശരിയാണോ? ഈ പവർ ഗ്രൂപ്പ് അതുണ്ടോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇത് നമ്മുടെ തന്നെ സമൂഹം സിനിമാ മേഖലയിലെ തന്നെ അല്ലെങ്കിൽ സിനിമയെ ഒന്നടങ്കം തന്നെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി ഇതിലൊരു മറുപടി ഉടൻ തന്നെ നൽകിയേ മതിയാകൂ എന്നുള്ളൊരു വലിയ വിമർശനമാണ് ഇന്നലെ യോഗത്തിലും സാന്ദ്ര തോമസ് ഉന്നയിച്ചത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫിലിം സംഘടനകൾക്കിടയിലും സിനിമാ സംഘടനകൾക്കിടയിലും ഇങ്ങനെയുള്ള ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഓരോരോ പരസ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നത ഫിലിം ചേംബറിലും ഇപ്പോൾ പ്രകടമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോൺക്ലേവ് നടത്തി തീരുമാനമെടുക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം. സിനിമയിലെ എല്ലാ സംഘടനകളെയും വിളിച്ചിരുത്തി കോൺക്ലേവ് നടത്തുവാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു കോൺക്ലേവ് നടത്തുന്നത് സ്ത്രീത്വത്തിന് തന്നെ എതിരായ നീക്കമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിയാണ് സർക്കാർ കോൺക്ലേവ് നടത്താൻ പോകുന്നത്. അങ്ങനെയൊരു കോൺക്ലേവ് എന്ത് വില കൊടുത്തും തടയുമെന്നും ഇന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആരോപണ വിധേയനായവനെ ഇപ്പുറത്തും അതിന്റെ അപ്പുറത്ത് ഇരകളായ സ്ത്രീകളെ തിരുത്തി ഈ പാവം പെൺകുട്ടികളെ അപമാനിക്കല്ലേ സർക്കാർ ചെയ്യുന്നത്? അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അത്തരം ഒരു കോൺക്ലേവ്, ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായത്. ബെഹ്റ അല്ല നിയമോപദേശം കൊടുക്കേണ്ടത്, സർക്കാരിന് ആവശ്യമായ ഉപദേശമാണ് അദ്ദേഹം കൊടുത്തത്. സർക്കാർ ആഗ്രഹിച്ച ഉപദേശം. മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ അദ്ദേഹത്തോട് മറുപടി പറയാനാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ ഒരു നടപടിയും എടുക്കാതിരുന്ന സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.